ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിവിടെ ലൈവ് റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. ഇനി പുതിയൊരു ശ്രമം നടത്തുകയാണ്, റെക്കോർഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ. ഭക്തരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ വീഡിയോ കണ്ടിട്ട്. അന്നേരം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതേ ഉള്ളൊരു വഴി. അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മഹാഭാരതത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामताय नगरग्रामतारिणे. नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वती नामिने श्रीवासवानवी देवी दयिताय कृपाब्दये कृष्णसम्बन्धविज्ञानदायिनी प्रभवे नमः. माधुर्योज्ज्वलप्रेमाढ्य श्रीरूपानुगभक्तिदा श्रीगौरकरुणाशक्ति विग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगविरतपसिद्धान्तद्वन्द्वहारिणे. नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजायते नमः. नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगपरायते गौराविर्भावभूमेस्त्वं निर्दिष्टसज्जनप्रिया वैष्णव सर्वभौमा श्रीजगन्नाथाय ते नमः. नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरत्वसे नमः. पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिम्. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते. जयतां सुरदो पङ्गोर्मम मन्दमतेर्गति मत्सर्वस्वपादाम्बुजो राधावदनमोहनो दिव्यत्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठालभे सेव्यमानो स्मरामि. श्रीमन्द्रासरसारम्भी वंशीवरत्तटस्थिता कर्षन् वेणुस्वनेर्गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതീകിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അങ്ങനെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ അർജുന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു നമുക്ക് നോക്കാം. പാണ്ഡവപക്ഷത്തുള്ള എല്ലാവരും ഭഗവാൻ അർജുനോട് പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഏകദേശം മനസ്സിലായി, തീർച്ചയായിട്ടും അർജുനൻ എന്തോ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർജുനന് പ്രചോദനം കൊടുക്കുമായിരുന്നു എന്നെല്ലാവർക്കും മനസ്സിലായി. കാരണം സ്വന്തം പിതാമഹനും മുതിർന്ന വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്തിരിക്കുന്നവരെല്ലാവരും യുദ്ധകളത്തിൽ നിൽക്കുന്നത് അർജുന് വലിയ വിഷമമുണ്ടാക്കി എന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും അർജുൻ തീരുമാനമെടുത്തു എന്ന് എല്ലാവർക്കും മനസ്സിലായി. വീണ്ടും രഥത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് എത്തി ഗാണ്ഡീവം പിടിച്ചുകൊണ്ട് അർജുൻ തിരിച്ചെത്തിയതോടുകൂടി പാണ്ഡവ യോദ്ധാക്കൾക്ക് എല്ലാവർക്കും വലിയൊരു ഉന്മേഷം ലഭിച്ചു. അവരെല്ലാവരും അവരവരുടെ ശംഖുകൾ ഊതി വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. വലിയ വലിയ ഋഷിമാരും സിദ്ധന്മാരും എല്ലാവരും ഈ യുദ്ധം ഒന്ന് കാണാൻ വേണ്ടി അവിടെ എല്ലാവരും ഒത്തുകൂടി. അവരെല്ലാം വലിയ അത്ഭുതത്തോടു കൂടി അർജുൻ്റെ ആ രഥത്തെ കാണുകയാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ അർജുൻ്റെ സാരഥിയായിട്ട് നിൽക്കുകയാണ്. യുദ്ധം ഏകദേശം തുടങ്ങാറായി എന്ന് തീരുമാനമായപ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ കവചം ഊരി താഴെ വെച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മറ്റു യോദ്ധാക്കളും നോക്കി നിൽക്കെ അദ്ദേഹം കൗരവപക്ഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. എല്ലാവരും വിചാരിച്ചു, എന്തായിരിക്കും യുധിഷ്ഠിരൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിൻ്റെ അടിമത്വം കാരണം യുദ്ധം ചെയ്യാതെ തന്നെ കൗരവർക്ക് ജയം കൊടുക്കാൻ തീരുമാനിച്ചോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താണ് ഉദ്ദേശം? യുധിഷ്ഠിര എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? പക്ഷേ യുധിഷ്ഠിരൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. നിരായുധനായിട്ട് ഒരു സംരക്ഷണം ഇല്ലാതെ അദ്ദേഹം നേരെ ഭീഷ്മരുടെ രഥത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഭഗവാൻ ഉടൻ തന്നെ അതിവേഗതയിൽ രഥം ഓട്ടിച്ച് ഭീമൻ്റെയും മറ്റ് സഹോദരന്മാരുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, എനിക്കറിയാം യുധിഷ്ഠിരൻ്റെ ഉദ്ദേശം എന്താണെന്ന്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരോടും അനുവാദം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ പുരാണങ്ങളനുസരിച്ച് മുതിർന്നവരുമായിട്ട് അഥവാ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ അനുവാദം തീർച്ചയായിട്ടും ചോദിക്കണം. അങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി. പക്ഷെ ഇതേ സമയത്ത് മറ്റു പാണ്ഡവ സൈന്യത്തിലുള്ളവർക്ക് അത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും വിചാരിച്ചു എല്ലാം തീർന്നു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നൊക്കെ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. അവരെല്ലാവരും വിചാരിച്ചു യുധിഷ്ഠിരൻ ഇനി യുദ്ധം ചെയ്യത്തില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് എല്ലാവരും കരുതിയത്. ധൃതരാഷ്ട്രപുത്രന്മാർ വിചാരിച്ചു യുധിഷ്ഠിരൻ ഭയത്താലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും പറഞ്ഞു, കണ്ടില്ലേ, ഇവൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയിരിക്കുന്നു, ഇവന് യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയാണ്. ഈ സൈന്യത്തെയൊക്കെ കണ്ട് ഭയപ്പെട്ടിട്ട് ഭീഷ്മരുടെ മുമ്പിൽ കാരുണ്യത്തിനായിട്ട് യാചിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
അവരുടെയൊക്കെ ഈ അപമാന വാക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ നേരെ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി. ഭീഷ്മരും ആ സമയത്ത് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി. യുധിഷ്ഠിരൻ കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ഭീഷ്മരുടെ കാൽക്കൽ വീഴുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അജയനാണ്, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. നമ്മൾ അങ്ങുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള അനുവാദവും അനുഗ്രഹവും അങ്ങ് തരണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭീഷ്മർ ചിരിച്ചു. എന്നിട്ട് വലത് കൈ ഉയർത്തി പറഞ്ഞു, നീ എല്ലാം കൊണ്ടും ഈ ലോകം ഭരിക്കാൻ അർഹനാണ്. നീ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവാണ്. നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ ശപിച്ചേനെ തോൽക്കാനായിട്ട്. പക്ഷെ ഞാൻ ഒരുപാട് സന്തുഷ്ടനായി. മകനെ, നീ ഈ യുദ്ധം ചെയ്യൂ, നിനക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും. എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ കുന്തിപുത്ര, എന്ത് ആവശ്യം വേണമെങ്കിലും ചോദിച്ചോളാം. ഞാൻ പൊതുവേ സമ്പത്തിന് അടിമയായിരിക്കുകയാണ്. കൗരവർ എനിക്ക് നൽകിയ ബഹുമാനം, ബഹുമതി, അതൊക്കെ എന്നെ ഒരു നപുംസകമാക്കിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിന്റെ ഭാഗത്താണ് ധർമ്മം, ന്യായമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോനെ എന്ന്. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. അങ്ങ് അങ്ങയുടെ കർത്തവ്യം ചെയ്യുക, കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് കേട്ടപ്പം ഭീഷ്മർക്ക് വലിയ വിഷമം തോന്നി. ഭീഷ്മർ പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുക്കളുടെ സ്ഥാനത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിലും നീ പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? യുധിഷ്ഠിരൻ കൈകൂപ്പി പറഞ്ഞു, പിതാമഹ, ഒറ്റ ഒരു കാര്യമേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങേ എങ്ങനെയാണ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുക? അങ്ങേ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അതിലെന്തെങ്കിലും ഒരു നന്മ ഈ ചോദ്യത്തിലുണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു അറിവ് എനിക്ക് പറഞ്ഞു തരണം. ഭീഷ്മർ നിവർന്ന് നിന്നിട്ട് പറഞ്ഞു, ഭീഷ്മർക്ക് അപ്പോൾ 90 വയസ്സായിട്ടുണ്ട്. എന്നാലും വളരെ ശക്തനായിട്ട് തന്നെ എല്ലാവർക്കും കാണപ്പെട്ടു ഭീഷ്മർ. യുധിഷ്ഠിരൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഭരതശ്രേഷ്ഠ, എന്നെ തോൽപ്പിക്കത്തക്കവണ്ണം ആരെയും ഞാൻ ഈ യുദ്ധത്തിൽ കാണുന്നില്ല. സാക്ഷാൽ ദേവേന്ദ്രനാണെങ്കിൽ പോലും എന്നെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതേ ചോദ്യമായിട്ട് നീ പിന്നെ എപ്പോഴെങ്കിലും വരും, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും പിതാമഹൻ്റെ മുമ്പിൽ കൈകൂപ്പി എന്നിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. അതേസമയത്ത് കുറേ പടയാളികൾ അത്ഭുതത്തോടു കൂടി ആശ്ചര്യചകിതരായിട്ട് നോക്കുകയാണ് യുധിഷ്ഠിരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ യുധിഷ്ഠിരൻ നേരെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് എത്തി. ഹരേ കൃഷ്ണ, വാതിലടച്ചേരാം. അങ്ങനെ ദ്രോണാചാര്യയുടെ രഥത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്? അങ്ങ് എൻ്റെ ബഹുമാന്യനായിട്ടുള്ള ഗുരുവാണ്. പാപം ലഭിക്കാതെ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് എങ്ങനെ എനിക്ക് അങ്ങേക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയും? ഞാൻ അങ്ങേ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക എന്നൊക്കെ ചോദിക്കാൻ. ഭീഷ്മർ പറഞ്ഞതുപോലെ ദ്രോണരും പറയുകയാണ്, യുധിഷ്ഠിര, നീ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ ശപിച്ചേനെ തോൽവിക്കായിട്ട്.
പക്ഷെ ഞാൻ സംപ്രീതനായി, നീ എൻ്റെ അടുത്ത് എത്തിയല്ലോ. ഞാൻ നിനക്ക് അനുവാദം നൽകുകയാണ് എന്നോട് യുദ്ധം ചെയ്യാനായിട്ട്. നിനക്ക് വിജയം ലഭിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിനക്കൊരു വരം നൽകാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയില്ല, കാരണം ഞാൻ കൗരവരുടെ സമ്പത്തിൻ്റെ അടിമയായിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിന്റെ വിജയത്തിനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. ദ്രോണരുടെ വാത്സല്യം നിറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പം യുധിഷ്ഠിരന് ഒരുപാട് സന്തോഷം തോന്നി. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, വിധി എത്ര ക്രൂരമാണ്. സ്വന്തം ഗുരുവും സ്വന്തം മുതിർന്ന ആൾക്കാരുമായിട്ട് ഇപ്പം യുദ്ധം ചെയ്യേണ്ടി വരികയാണ്. പക്ഷെ എന്നാലും ദ്രോണരുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പ്രായം കൂടിയ വ്യക്തിയായിട്ടും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അറിയാം. ഭൂമിയിലുള്ള എല്ലാ ആയുധങ്ങളെയും കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ഇപ്പോഴും അദ്ദേഹത്തിന് അസംഖ്യം അസ്ത്രങ്ങളെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ വില്ലിൽ നിന്ന് അയക്കാൻ കഴിയും. യുധിഷ്ഠിരന് ആരെങ്കിലും അദ്ദേഹത്തെ സമീപിക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയില്ല. ബഹുമാനത്തോടു കൂടി യുധിഷ്ഠിരൻ ദ്രോണാചാര്യടുത്ത് പറഞ്ഞു, അങ്ങ് നമ്മുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ നന്മ എന്താണെന്ന് അങ്ങ് പറഞ്ഞു നൽകുക. പിന്നെ അങ്ങ് കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുക, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ദ്രോണർ വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു, ചിന്തിക്കുമായിരുന്നു, ഭീമനെ പോലെ അർജുനെ പോലെയും അത്ര ശക്തനല്ല യുധിഷ്ഠിരൻ. പക്ഷേ യുധിഷ്ഠിരൻ എപ്പോഴും ധർമ്മിഷ്ഠനാണ്. അങ്ങനെയുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തികളെ സാക്ഷാൽ ധർമ്മം തന്നെ സംരക്ഷിക്കുന്നു. ദ്രോണാചാര്യർ അർജുൻ്റെ രഥത്തെ നോക്കിയിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, നിന്റെ ജയം സുനിശ്ചിതമാണ്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ നിന്റെ കൂട്ടത്തിലുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് കുന്തിപുത്ര, നീ പോയി യുദ്ധം ചെയ്യൂ. ഞാൻ എന്താണ് നിന്നോട് വേറെ പറയേണ്ടത്? അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങയെ തോൽപ്പിക്കാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. പക്ഷേ ഞാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. മനുഷ്യർക്കോ ദേവന്മാർക്കോ ആർക്കും എൻ്റെ മുമ്പിൽ ഞാൻ ക്രുദ്ധനായി യുദ്ധം ചെയ്യുമ്പോൾ നിൽക്കാൻ കഴിയില്ല. ഞാൻ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ആയുധങ്ങൾ സ്വയം താഴെ വയ്ക്കുമ്പോൾ മാത്രമേ, മരണത്തിനായിട്ട് കാത്തു നിൽക്കുമ്പോൾ മാത്രമേ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഞാൻ ഉള്ളിലേക്ക് വലിച്ച് ഞാൻ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന ആ സമയത്ത് മാത്രമേ ആർക്കെങ്കിലും എന്നെ വധിക്കാൻ കഴിയൂ. ഇതാണ് സത്യം. അതും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തണമെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം വിശ്വസിക്കുന്ന ഒരു സ്രോതസ്സിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വരും. അങ്ങനെ ഞാൻ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിരമിക്കുന്നു. യുധിഷ്ഠിരൻ അങ്ങനെ ദ്രോണാചാര്യരുടെ മുമ്പിലും കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ദ്രോണാചാര്യർ പറഞ്ഞ ആ വാക്കുകളെക്കുറിച്ച് യുധിഷ്ഠിരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പിന്നെ കൃപാചാര്യരുടെ അടുത്തേക്ക് പോയി. കൃപാചാര്യർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും ഒക്കെ നൽകിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിരൻ പറഞ്ഞു, കൃപാചാര്യ, അങ്ങയുടെ അനുവാദം കൊണ്ട് മാത്രമേ അങ്ങയായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ അങ്ങുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് പാപം ലഭിക്കും.
അതുകൊണ്ട് അങ്ങയോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം നമുക്ക് നൽകണം. എൻ്റെ ശത്രുക്കളെ എല്ലാം തോൽപ്പിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന്. ഭീഷ്മരെയും ദ്രോണരെ പോലെ തന്നെ കൃപാചാര്യരും പറഞ്ഞു, യുധിഷ്ഠിര, നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ ശപിച്ചേനെ. പിന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്നതിൽ. പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും ഇവിടെ കൃപാചാര്യൻ പറയുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര, നിനക്ക് വേണ്ടി ഞാൻ വേറെ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ കൃപാചാര്യരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ ഹൃദയം ഒരുപാട് വേദന അനുഭവിക്കുകയാണ്. ആദ്യം ഭീഷ്മർ, പിന്നെ ദ്രോണർ, ഇപ്പോൾ കൃപാചാര്യൻ, 3 പേരും അച്ഛൻ്റെ സ്ഥാനത്താണ്. കുട്ടിക്കാലം മുതലേ അവർ ഹസ്തിനപുരിയിൽ എത്തിയപ്പോൾ ഇവർ തന്നെയാണ് അവർക്ക് എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. ഇവർ 3 പേരും ഒരിക്കൽ പോലും പാണ്ഡവരോട് ക്രൂരമായിട്ട് ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ അവരുടെ മരണത്തിന് കാരണം എന്താകും, മരണം എങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ എങ്ങനെ അവരെ കൊല്ലാം എന്നുള്ള കാര്യം അവരോട് തന്നെ ചോദിക്കേണ്ടി വരികയാണ്. ഇത് ചോദിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ്റെ തല ഇങ്ങനെ കുനിയുകയാണ്. തൊണ്ടയെല്ലാം ഇടറി, ഒട്ടും സംസാരിക്കാൻ കഴിയുന്നില്ല. കൃപാചാര്യർക്ക് യുധിഷ്ഠിരൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൃപാചാര്യർ പറഞ്ഞു, യുധിഷ്ഠിര, ആർക്കും എന്നെ കൊല്ലാൻ കഴിയില്ല. ഇത് നീ മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നീ യുദ്ധം ചെയ്യൂ, ജയിക്കൂ. കൃപാചാര്യരുടെ അച്ഛൻ ഗൗതമ ഋഷി കൃപാചാര്യരോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കലും യുദ്ധത്തിൽ തോൽക്കത്തില്ലെന്ന്. അതുകൊണ്ട് കൃപാചാര്യർ പറഞ്ഞു, എന്നെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കാതെ, അതിനുവേണ്ടി സമയം കളയാതെ നീ വേണ്ടുന്ന കാര്യങ്ങൾ യുദ്ധത്തിൽ ചെയ്യുക. വലതു കൈ ഉയർത്തി കൃപാചാര്യർ പറഞ്ഞു, എല്ലാ ദിവസവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ ജയത്തിന് വേണ്ടി. ഇത് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. അതുകൊണ്ട് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. അതിനുശേഷം യുധിഷ്ഠിരൻ ശല്യൻ്റെ അടുത്ത് പോവുകയാണ്. ശല്യൻ്റെ അനുവാദം ചോദിച്ചു യുദ്ധം ചെയ്യാനായിട്ട്. കൈകൂപ്പി. അദ്ദേഹത്തിൻ്റെ മാമൻ്റെ സ്ഥാനത്താണ് ശല്യൻ. ശല്യൻ പറഞ്ഞു, കൗരവരുടെ സമ്പത്ത് എന്നെ അവരുടെ അടിമയാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ഓർമ്മിപ്പിച്ചു, അതായത് ആവശ്യഘട്ടം വരുമ്പോൾ അങ്ങ് കർണൻ്റെ സാരഥിയാവും, ആ സമയത്ത് അവനെ നിരുത്സാഹപ്പെടുത്തണം അങ്ങയുടെ വാക്കുകളിലൂടെ എന്ന് പറഞ്ഞു. ഞാൻ ശല്യം പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ, ഇനി നീ പോയി യുദ്ധം ചെയ്യൂ, ഞാൻ നിൻ്റെ ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ ശല്യൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് പാണ്ഡവ സൈന്യപക്ഷത്തിലേക്ക് എത്തുകയാണ്. യുധിഷ്ഠിരൻ്റെ ഈ നീക്കം കണ്ടിട്ട് കൗരവപക്ഷത്തുള്ളവർ പോലും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്. എല്ലാ പടയാളികളും, 2 പക്ഷത്തുള്ള പടയാളികളെല്ലാവരും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്. എല്ലാവരും യുധിഷ്ഠിരൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, യുധിഷ്ഠിരൻ പാണ്ഡവരുടെയും മറ്റു ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ എല്ലാ യോദ്ധാക്കളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. വീണ്ടും രഥത്തിൽ കവചമൊക്കെ അണിഞ്ഞു യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ കൗരവപക്ഷത്തെ നോക്കി ഉറക്കെ പ്രഖ്യാപിച്ചു, നിങ്ങളുടെ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും പാണ്ഡവപക്ഷത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. ഇത് പറഞ്ഞ ഉടൻ തന്നെ വളരെ ആരും മിണ്ടാതെ വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. ആരും അനങ്ങിയില്ല. അവസാനം കൗരവപക്ഷത്തിൽ നിന്നും യുയുത്സുവിൻ്റെ രഥം മുന്നോട്ട് വന്നു. എന്നിട്ട് യുയുത്സു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ എന്നെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു.
യുധിഷ്ഠിരൻ ഉടനെ പറഞ്ഞു, വരൂ വരൂ വരൂ, നിന്റെ മൂഢരായിട്ടുള്ള ഈ സഹോദരന്മാർക്കെതിരെ യുദ്ധം ചെയ്യും. ഈ ഉത്സവം നിന്നെ നമ്മൾ സ്വീകരിക്കുന്നു. ചിലപ്പോൾ ധൃതരാഷ്ട്രയുടെ ആ പരമ്പര മുന്നോട്ട് നിലനിൽക്കാൻ നീ മാത്രമായിരിക്കും ഒരു കാരണം. അവർക്ക് വേണ്ടിയുള്ള ശേഷക്രിയ ചെയ്യാനും നീ മാത്രമേ അവശേഷിക്കൂ. എത്രയും പെട്ടെന്ന് വരൂ. കാരണം മൂഢനായ ദുര്യോധൻ ഇനി അധികാലം ജീവിച്ചു നിൽക്കത്തില്ല. അങ്ങനെ വാദ്യോപകരണങ്ങളൊക്കെ വായിച്ചുകൊണ്ട് എല്ലാവരും യുത്സവനെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ദുര്യോധന വലിയ ദേഷ്യം. അന്നേരം യുത്സവം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രരുടെ ഒരു മകനാണ്. ധൃതരാഷ്ട്രർക്ക് ഒരു ദാസിയിലുണ്ടായ മകനാണ് യുത്സവം. യുത്സവം ഒരിക്കലും, ദുര്യോധൻ ചിന്തിക്കുകയാണ്, യുത്സവം ഒരിക്കലും പാണ്ഡവരോട് ഉള്ള ആളുടെ മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ എപ്പോഴും തർക്കമുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും നിർണായക ഘട്ടത്തിൽ പാണ്ഡവപക്ഷത്ത് ചേരുക, അവൻ്റെ മണ്ടത്തരത്തിന് അവൻ എന്തായാലും നല്ലൊരു ഫലം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇരുപക്ഷത്തും എല്ലാവരും യുദ്ധത്തിനായിട്ട് വീണ്ടും തയ്യാറെടുപ്പിലായി. എല്ലാവരും അലറിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു യുദ്ധത്തിനുള്ള അവസരം കിട്ടിയല്ലോ എന്ന്. എല്ലാവരും മരിച്ചാൽ സ്വർഗലോക പ്രാപ്തിക്കായിട്ട് കാംക്ഷിച്ചുകൊണ്ട് അവർ, അല്ലെങ്കിൽ പിന്നെ ജയിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. ശംഖനാഥം, വലിയ കൊട്ട് ഉപകരണങ്ങളും എല്ലാവരും അത് വായിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവരുടെ ആ ഓട്ടം കാരണം ഭൂമി കുലുങ്ങാൻ തുടങ്ങി. അവരുടെ ആ ഓട്ടം കാരണം അവരുടെ കാലുകളിൽ നിന്ന് ഉയർന്ന മൺപൊടികൾ മേഘങ്ങളെ സൃഷ്ടിച്ചു. രണ്ട് വലിയ സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നി. അതിലേറ്റവും ഉയർന്നു നിന്നത് ഭീമൻ്റെ ശബ്ദമായിരുന്നു. ഭീമൻ അലറിക്കൊണ്ട് പാണ്ഡവ സൈന്യത്തിനെതിരെ ചാടിക്കയറുകയാണ്. ഒരു ശക്തനായിട്ടുള്ള കാള എങ്ങനെ വരുന്നോ അതേപോലെ. ഭീമൻ്റെ ശബ്ദം കേട്ടിട്ട് മറ്റാരുടെയും ശബ്ദം ആർക്കും കേൾക്കാൻ കഴിയില്ലായിരുന്നു. ഭീമൻ്റെ അലർച്ച കേട്ടിട്ട് കൗരവരെല്ലാവരും ഭയപ്പെട്ടു എന്നുള്ളതാണ്. കുതിരകളും ആനകളും മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് ഭീമൻ്റെ ആ ശബ്ദം കേട്ടിട്ട്. അവരെല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. ധൃതരാഷ്ട്രപുത്രന്മാർ അവരെല്ലാവരും ഭീമൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് ഭയപ്പെട്ട് ഓടുകയായിരുന്നു. ഭീമൻ ഗദ കറക്കിക്കൊണ്ട് ഓടുകയായിരുന്നു. ഭീമൻ അട്ടഹസിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യായിരുന്നു. അവസാനം ആ നിമിഷം എത്തി. ഭീമൻ്റെ എല്ലാ ദേഷ്യവും തീർക്കാനുള്ള അവസരം കിട്ടി. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് കൗരവരും യുദ്ധം ചെയ്യുകയാണ്. കൗരവർ ഭീമനെ ചുറ്റി വലഞ്ഞു. എന്നിട്ട് നാഗങ്ങളെ പോലെ നല്ല മൂർച്ചയേറിയ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ തുടങ്ങി. ഭീമൻ അട്ടഹസിച്ചുകൊണ്ട് ആ അസ്ത്രങ്ങളെയൊക്കെ സ്വീകരിച്ചു. അതെല്ലാം കവചത്തെ തട്ടി താഴെ വീഴുകയാണ്. പിന്നെ ബാക്കിയുള്ള അസ്ത്രങ്ങളെയൊക്കെ ഭീമൻ ഗദ കൊണ്ട് തന്നെ തട്ടി മാറ്റി. അതിനുശേഷം ഭീമൻ അസംഖ്യ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ തിരിച്ചയച്ചു. അങ്ങനെ കൗരവ സൈന്യത്തിലെ എല്ലാ ദിശകളിലേക്ക് ഓടിച്ചു എന്നുള്ളു. അഭിമന്യു, ദ്രൗപദി പുത്രന്മാർ, നകുല സഹദേവന്മാർ, ദൃഷ്ടദ്യുമ്നൻ അവർ ഒറ്റക്കെട്ടായിട്ട് കൗരവ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാണ്. എല്ലാ ദിശകളിലും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷത്തിലുള്ള ആരും പിന്മാറാൻ തയ്യാറല്ല. തുടർച്ചയായിട്ട് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് എല്ലാവർക്കും ആ വില്ലിൻ്റെ ഞാൺ വലിക്കുന്നതിൻ്റെ ശബ്ദവും അത് കൈകളിലൂടെ ഉരഞ്ഞു പോകുന്നതിൻ്റെ ആ ശബ്ദവും എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരുന്നു.
ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അസ്ത്രങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു. കുന്തങ്ങളും നീളമുള്ള കുന്തങ്ങളും ഇരുമ്പിൻ്റെ പന്തുകളും നല്ല മുള്ളിനെ പോലെ മൂർച്ചയുള്ള മുനകളുള്ള ഇരുമ്പിൻ്റെ പന്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോദ്ധാക്കൾ എറിയുകയായിരുന്നു. ആയിരക്കണക്കിന്. ശംഖനാദവും കേൾക്കാൻ കഴിയുമായിരുന്നു. സിംഹത്തെ പോലെ ഗർജിക്കുന്ന അലർച്ചയും കേൾക്കാൻ പറ്റുമായിരുന്നു. കുതിരകളുടെ അലർച്ചയും ആയുധങ്ങളുടെ കൂട്ടിമുട്ടുന്ന ശബ്ദവും രഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദവും ആനകളുടെ കഴുത്തിലുള്ള ആ മണിനാദവും പിന്നെ ആനകൾ ചിഹ്നം വിളിക്കുകയും പിന്നെ വീണ്ടും വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൻ്റെ ആ ശബ്ദവും എല്ലാം വളരെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. ഒട്ടും സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ തന്നെ അർജുനൻ ഭീഷ്മരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. വളരെ ലാഘവത്തോടുകൂടി ഒട്ടും പ്രയാസപ്പെടാതെ തന്നെ അസംഖ്യം അസ്ത്രങ്ങൾ ഭീഷ്മർക്ക് എതിരെ അർജുനൻ അയച്ചു. പക്ഷെ അതിന് പകരമെല്ലാം ഭീഷ്മര് അസ്ത്രങ്ങൾ മറുപടിയായിട്ട് അയച്ചുകൊണ്ടേയിരുന്നു. അസംഖ്യം അസ്ത്രങ്ങൾ അർജുനന് നേരെ അയച്ചു. ഭീഷ്മരുടെ അസ്ത്രങ്ങളെല്ലാം അർജുനെ തുളച്ചു കയറി. പക്ഷെ അർജുൻ എന്നിട്ടും അനങ്ങിയില്ല. ഭീഷ്മരെ അനക്കാൻ അർജുന് കഴിഞ്ഞില്ല. അങ്ങനെ ഇരുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അതൊരു ഭീകര യുദ്ധമായിട്ട് മാറി. അങ്ങനെ യുദ്ധം ശക്തമാവുന്നതിനനുസരിച്ച് ആകാശത്ത് ചുവപ്പും നീലയും കലർന്ന നിറങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കാർമേഘങ്ങളിൽ നിന്നും മാംസവും രക്തവും ഭൂമിയിൽ വീഴുന്നതായിട്ട് തോന്നി. വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. കല്ലും മണ്ണും നിറഞ്ഞ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. വലിയ ഇടിവെട്ടാൻ തുടങ്ങി. മിന്നലും കാണപ്പെട്ടു. രഥത്തിലെ യോദ്ധാക്കൾ അതേപോലെ രഥത്തിൽ നിൽക്കുന്ന യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കാൽപ്പടയാളികളായിട്ടും കുതിരപ്പടയാളികളായിട്ടും ഓരോ യോദ്ധാക്കളും അവരവരുടെ എതിരാളികളെ തെരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യുകയാണ്. ഭീമൻ ദുര്യോധനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. സഹദേവൻ ശകുനിയായിട്ടും ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുമായിട്ടും മറ്റ് പല യോദ്ധാക്കളും ഇവരെ സഹായിക്കാനായിട്ട് അടുത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു പൊതുയുദ്ധമായിട്ട് മാറി. ആയുധങ്ങളൊക്കെ എല്ലാ ദിശകളിലും പറക്കാൻ തുടങ്ങി. ഇരുപക്ഷത്തും രാക്ഷസ കൂട്ടങ്ങളും യുദ്ധം ചെയ്യാനുണ്ടായിരുന്നു. ഘടോത്കചൻ ഒരു കൂട്ടം രാക്ഷസന്മാരുമായിട്ട് പാണ്ഡവപക്ഷത്തുണ്ടായിരുന്നു. അതേ സമയത്ത് അലംബുഷൻ എന്ന് പറയുന്ന ഒരു രാക്ഷസ കൂട്ടമായിട്ട് കൗരവപക്ഷത്ത് യുദ്ധം ചെയ്യുകയായിരുന്നു. ഈ രണ്ട് രാക്ഷസന്മാരും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയായിരുന്നു. അവരുടെ കയ്യിലുള്ള മഴുവും പലതരത്തിലുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. എല്ലാ യോദ്ധാക്കളും എന്തോ ബാധ കയറിയതുപോലെ യുദ്ധം ചെയ്യണം. ആർക്കും ഒരു സ്ഥലം പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ബഹളമായിരുന്നു. അച്ഛന്മാർക്ക് മക്കളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അമ്മാവന്മാർക്ക് മരുമക്കളാണോ അതോ സഹോദരങ്ങളോ ഒന്നും തിരിച്ചറിയാൻ കഴിയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികൾ എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി യുദ്ധം ചെയ്യുകയാണ്. വാളുകൊണ്ടും മുള്ളുമുനയുള്ള ഗത വെച്ചും വലിയ ഭാരം കൂടിയ ഗത വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം രക്തം അവിടുന്ന് ഒഴുകാൻ തുടങ്ങി വലിയ അളവിൽ. ആ രക്തം ഒഴുകുന്നതിനോടൊപ്പം തന്നെ അസംഖ്യം കൈകളും കാലുകളും ഒക്കെ യോദ്ധാക്കളുടെ അറ്റുപോയ കൈകളും കാലുകളൊക്കെ ഒഴുകാൻ തുടങ്ങി. രഥങ്ങളെല്ലാം കൂട്ടിമുട്ടി തുണ്ടം തുണ്ടുമായി. ആനകൾ മറ്റ് ആനകളെ കുത്തി
കീറാൻ തുടങ്ങി. കാരണം അവരുടെ ദേഹത്ത് ഇരുമ്പിൻ്റെ നല്ല മുൾമുനയുള്ള കവചങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ആനകൾ കുത്താൻ തുടങ്ങി, അവരുടെ കൊമ്പുകൾ വെച്ച്. ആ യുദ്ധക്കളം കണ്ടു കഴിഞ്ഞാൽ യമപുരിയാണോ എന്നെല്ലാവർക്കും തോന്നി. ആണുങ്ങളെല്ലാവരും കരയാൻ തുടങ്ങി. നരകത്തിൽ എങ്ങനെയാണോ ഒരുപാട് യാതനകൾ അനുഭവിക്കുമ്പോൾ ജീവാത്മാക്കൾ കരയുന്നത് അതേപോലെ മരിച്ചു വീണ യോദ്ധാക്കളുടെ ശവശരീരങ്ങൾ അവിടെ കുന്നുകൂടാൻ തുടങ്ങി. മനുഷ്യരുടെ മാത്രമല്ല, ഈ മൃഗങ്ങളുടെയും, അതായത് ആനകളുടെയും കുതിരകളുടെയും മഴു, വാളുകൾ, ഇതെല്ലാം രക്തക്കറ അതിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ശബ്ദങ്ങളുടെ വലിയ കോലാഹലം. കാരണം ഈ ആയുധങ്ങൾ തമ്മി കൂട്ടിമുട്ടുന്നതിൻ്റെയും അസ്ത്രങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെയും അതിനോടൊപ്പം തന്നെ ശരീരങ്ങളിൽ കുത്തിക്കീറുന്നതിൻ്റെ ശബ്ദവും. ഭീഷ്മർ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഉയർന്ന ശരീരവും പിന്നെ പനയുടെ കൊടിയടയാളവും അതിനോടൊപ്പം 5 നക്ഷത്രങ്ങൾ, ഇതാണ് ഭീഷ്മരുടെ കൊടിയടയാളം. വളരെ വേഗതയിൽ പാണ്ഡവ സൈന്യരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം ശവങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ശവങ്ങളും പിന്നെ പൊട്ടി ചതറിക്കിടക്കുന്ന രഥങ്ങളുടെ അവശിഷ്ടങ്ങളും. അദ്ദേഹത്തിൻ്റെ എതിരെ വരുന്ന എല്ലാവരുടെയും തലയറക്കും കൈയും കാലും ഒക്കെ അറക്കും അദ്ദേഹം. മുതിർന്ന ആ കൗരവൻ രഥത്തിൽ ആരെങ്കിലും നോക്കുമ്പോൾ നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നും. ആ രീതിയിലായിരുന്നു അദ്ദേഹം വേഗം അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇടതുനിന്നയക്കും, വലതുനിന്നയക്കും, മുകളിലോട്ടയക്കും, താഴോട്ടയക്കും, നേരെ അയക്കും, പുറകിലയക്കും. എന്നിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നി ഭീഷ്മർ നൃത്തം ചെയ്യുകയാണോ. അദ്ദേഹം അയക്കുന്ന അസ്ത്രങ്ങളുടെ ശക്തി എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വലിയ ആനകളെ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെ കുത്തിക്കേറി വരുന്ന ആളുടെ അസ്ത്രങ്ങൾ. ആ ആനകളെയൊക്കെ കുത്തി അവരെല്ലാവരും ബോധം കെട്ട് വീഴുകയായിരുന്നു. ഭീഷ്മരുടെ ഈ അതിതീവ്രമായിട്ടുള്ള യുദ്ധം കണ്ടിട്ട് അഭിമന്യു നേരെ മുന്നിൽ ചാടുകയാണ്. ഭീഷ്മരെ വെല്ലുവിളിക്കുകയാണ്. ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് 5 പ്രധാനപ്പെട്ട മഹാരഥികൾ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അഭിമന്യു അവരെ എല്ലാം ആക്രമിച്ചു. അതിവേഗതയിൽ, കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അതിവേഗതയിൽ അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മരുടെ സംരക്ഷിക്കാനെത്തിയ അവരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി. ഒരു നല്ലൊരു മൂർച്ചയേറിയ അസ്ത്രം കൊണ്ട് ഭീഷ്മരുടെ വില്ലിനെ 2 തുണ്ടമാക്കി. അടുത്ത 3 അസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊടിയടയാളം തകർത്തു. അഭിമന്യുവിൻ്റെ ഈ ഒരു ശക്തി കണ്ടിട്ട് ദേവന്മാർ പോലും അഭിമന്യുവിനെ സ്തുതിച്ചു. അഭിമന്യുവിൻ്റെ ഈ യുദ്ധം കണ്ട എല്ലാവരും പറഞ്ഞു, അച്ഛൻ്റെ അത്രയും തന്നെ നല്ല കഴിവുള്ളവൻ തന്നെയാണ് മകൻ, അച്ഛനെക്കാട്ടി ഒട്ടും കുറവല്ലല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. അഭിമന്യുവിൻ്റെ ആ വില്ല് ഗാന്ധീവൻ തന്നെയാണെന്ന് എല്ലാവർക്കും തോന്നി. എപ്പോഴും അത് വളഞ്ഞ് തന്നെ തീ തുപ്പുന്ന പോലെ തോന്നും. അതിൽ നിന്ന് തുടർച്ചയായിട്ട് തീ വരുന്ന പോലെ തോന്നും. അത്രയ്ക്ക് വേഗതയിലായിരുന്നു തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിശകളും അഭിമന്യു നിൽക്കുന്ന അവിടെ നിന്നും എല്ലാ ദിശകളിലേക്കും അസ്ത്രങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ആ തുടർച്ചയായിട്ട് ഭീഷ്മരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അഭിമന്യു. അതിൽ നിന്ന് ഭീഷ്മർ എങ്ങനെയോ രക്ഷപ്പെട്ടു പുറത്തു വന്നു. പിന്നെ ഭീഷ്മർ 9 അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യുവിനെ മുറിവേൽപ്പിക്കുകയാണ്. 3 അസ്ത്രങ്ങൾ കൊണ്ട് അഭിമന്യുവിൻ്റെ കൊടിയടയാളം തകർക്കുകയാണ്. കൃതവർമ്മ, ശല്യൻ, കൃപാചാര്യൻ അവരെല്ലാവരും അവരും കൂടെ ചേർന്ന് അഭിമന്യുവിനെ ആക്രമിക്കുകയാണ്.
പക്ഷെ എന്നിട്ടും അഭിമന്യു അവിടെ നിന്ന് അനങ്ങുന്ന പോലുമില്ല. തുടർച്ചയായിട്ട് അവരുടെ അസ്ത്രങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഭീഷ്മരെ ആക്രമിക്കുന്നത് നിർത്തുന്നുമില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അഭിമന്യുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഭീഷ്മർ അർജുനെ 1000 അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. എന്നിട്ട് ആ തീവ്രത കൂട്ടി ആക്രമണത്തിൻ്റെ. ആ സമയത്ത് അഭിമന്യുവിനെ സഹായിക്കാൻ ഭീമനും അവിടെ എത്തിക്കുകയാണ്. അവരെല്ലാവരും തുടർച്ചയായിട്ട് ഭീഷ്മരെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും ഭീഷ്മർ ഒരു അനക്കവും ഇല്ലാതെ തിരിച്ച് വീണ്ടും എല്ലാവരെയും ആക്രമിക്കുകയാണ്. ആ സമയത്ത് വിരാട് രാജാവിൻ്റെ മകൻ ഭൂമിഞ്ജയൻ അഭിമന്യുവിനെ സംരക്ഷിക്കാനായിട്ട് വരികയാണ്. ആ സമയത്ത് ശല്യൻ ഭൂമിഞ്ജയനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഭൂമിഞ്ജയനും ശല്യനുമായിട്ട് വലിയൊരു ഭീകര യുദ്ധം നടക്കുകയാണ്. ഭൂമിഞ്ജയൻ വലിയൊരു ആനപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് ശല്യന് നേരെ അതിവേഗതയിൽ ഓടി വരികയാണ്, കയ്യിലൊരു കുന്തവും പിടിച്ചുകൊണ്ട്. ആ ആന കാല് വെച്ച് ചവിട്ടി ശല്യൻ്റെ രഥത്തെ തകർക്കുകയാണ്. ആ ചവിട്ടിൽ 4 കുതിരകളും അതിൻ്റെ സാരഥിയും തകർന്നു വീഴുകയാണെന്നുള്ളത്, മരിച്ചു വീണു, ചതഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് ശല്യൻ ആ രഥത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ശല്യൻ ഇരുമ്പിൻ്റെ വലിയൊരു കുന്തം എടുത്ത് ഭൂമിഞ്ജയന് നേരെ ഒറ്റ എറിയാണ്, സർവശക്തി എടുത്തുകൊണ്ട്. ആ കുന്തം ഭൂമിഞ്ജയൻ്റെ നെഞ്ച് പിളർന്ന് ഉള്ളിലൂടെ കയറി കുത്തിക്കയറുകയാണ്. ഉടൻ തന്നെ ഭൂമിഞ്ജയൻ മരിച്ചു വീഴുകയാണ്. കയ്യിലുള്ള കുന്തവും വാളും എല്ലാം കയ്യിൽ നിന്ന് വീഴുകയാണ്. എന്നിട്ട് ശല്യൻ പെട്ടെന്ന് ചാടി രഥത്തിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് വാളെടുത്ത് ആ ആനയുടെ തുമ്പിക്കൈ ഒറ്റ വെട്ടിന് അറക്കുകയാണ്. ഉടൻ തന്നെ ആ ആനയും മരിച്ചു വീഴുകയാണ്. എന്നിട്ട് ശല്യം പെട്ടെന്ന് തന്നെ കൃതവർമ്മയുടെ രഥത്തിലേക്ക് കയറുകയാണ്. അവിടെ കണ്ടു നിന്ന എല്ലാവരും ശല്യനെ പ്രശംസിക്കാൻ തുടങ്ങി. ഭൂമിഞ്ജയൻ്റെ സഹോദരൻ ശ്വേതൻ ശല്യൻ്റെ മരണം കണ്ടു. ക്രോധത്താൽ വിറച്ചുകൊണ്ട് ശല്യനെതിരെ ഒരു മദം പൊട്ടിയ ആനയെപ്പോലെ അതിവേഗതയിൽ വരികയാണ്. ആ സമയത്ത് 7 കൗരവ യോദ്ധാക്കൾ ശല്യനെ സഹായിക്കാൻ എത്തുകയാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് ശ്വേതനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയാണ്. ശ്വേതൻ എല്ലാ അസ്ത്രങ്ങൾക്കും തിരിച്ചു മറുപടി അയക്കുകയാണ്. ശ്വേതൻ 7 അസ്ത്രങ്ങൾ കൊണ്ട് എതിരാളികളുടെ എല്ലാവരുടെയും വില്ല് 2 തുണ്ടമാക്കുകയാണ്. കൗരവ യോദ്ധാക്കൾ എല്ലാവരും തുടർച്ചയായിട്ട് ശ്വേതനെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു അതിവേഗതയിൽ. പക്ഷെ അതിനെല്ലാം മറുപടിയായിട്ട് നല്ല മൂർച്ചയേറിയ അസ്ത്രങ്ങൾ കൊണ്ട് അവർ എറിഞ്ഞ അസ്ത്രങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുകയാണ്. ഇനി വീണ്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് എതിരാളികളെ എല്ലാം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വേതൻ. എല്ലാ ദിശകളിലേക്കും തുടർച്ചയായിട്ട് അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ശ്വേതൻ ശല്യനെ വിട്ടില്ല. സാക്ഷാൽ യമരാജൻ ശല്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ശ്വേതന് തോന്നി. ഇങ്ങനെ ശക്തമായിട്ട് ശ്വേതൻ മുന്നോട്ട് വരുന്നത് കണ്ടിട്ട് ഭീഷ്മര് ശ്വേതൻ്റെയും ശല്യൻ്റെ ഇടയ്ക്ക് വരികയാണ്. ആയിരക്കണക്കിന് കുതിരപ്പടയാളികൾ രഥത്തിലിരിക്കുന്ന പടയാളികളും ശ്വേതനെ സഹായിക്കാൻ വേണ്ടി അവിടെ വരികയാണ്. ഭീഷ്മര് ഓരോരോ പടയാളികളെ, ഓരോരോ യോദ്ധാക്കളെയും കൊല്ലാൻ തുടങ്ങിയാണ്. അസംഖ്യം അസ്ത്രങ്ങൾ ഗംഗാപുത്രൻ അയച്ചു. സൂര്യനെ പോലെ ജ്വലിക്കുന്ന അസ്ത്രങ്ങൾ. ഭീഷ്മർക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊന്നു തള്ളുകയാണ് ഭീഷ്മർ. നിമിഷങ്ങൾക്കകം ശ്വേതനെ സഹായിക്കാൻ വന്ന എല്ലാ രഥങ്ങളുടെ യോദ്ധാക്കളും മരിച്ചു വീഴുകയാണ്. കുതിരകളിലുണ്ടായിരുന്ന യോദ്ധാക്കളും മരിച്ചു വീഴുകയാണ്.
നൂറുകണക്കിന് യോദ്ധാക്കൾ അവിടെ വീണ് കിടക്കുകയാണ്. അവരുടെ കവചങ്ങളെല്ലാം തകർന്ന് അവരുടെ തലകൾ അറുത്ത് കൈകാലുകൾ അറുത്ത് അവിടെ വീണ് കിടക്കുകയാണ്. ഭീഷ്മര് ഇത് ചെയ്തിരുന്നതിനിടയിൽ ശ്വേതൻ കൗരവ പക്ഷത്തെ വലിയൊരു സൈന്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ശ്വേതൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ഭീഷ്മരും ശ്വേതനും മാത്രം എതിരെ നിൽക്കുകയാണ്. രണ്ട് ശക്തരായിട്ടുള്ള സിംഹങ്ങൾ ആക്രമിക്കുന്ന പോലെ രണ്ടുപേരും അന്യോന്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വേതത്തിൻ്റെ ദേഹത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ശ്വേതൻ ഭീഷ്മർക്കെതിരെ 25 അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മരുടെ വില്ല് തകർത്തു 10 അസ്ത്രങ്ങൾ കൊണ്ട്. അടുത്ത ഒരു കൂട്ടം അസ്ത്രങ്ങൾ കൊണ്ട് ഭീഷ്മരുടെ കുതിരകളെ കൊന്നു, സാരഥിയും കൊന്നു. ഭീഷ്മർ വീണ്ടും അടുത്തൊരു വില്ലെടുത്തു, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് താഴെ നിന്നുകൊണ്ട് ശ്വേതനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ശ്വേതൻ ഒരു സ്വർണ്ണ അസ്ത്രം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മ നീ അവിടെ നിൽക്ക്, ഇപ്പം തന്നെ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നല്ല അതൊരു കുന്തമായിരുന്നു, നല്ല ശക്തിയായിട്ട് അത് ഭീഷ്മർക്കെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു ഭീഷ്മർ മരിച്ചു തന്നെയാണ്. പക്ഷെ ഭീഷ്മർക്കൊന്നും സംഭവിച്ചില്ല. ഭീഷ്മർ 8 അസ്ത്രങ്ങൾ കൊണ്ട് ആ കുന്തത്തെ തുണ്ടം തുണ്ടമാക്കുകയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതേ സമയത്ത് ശ്വേതന് കൂടുതൽ ദേഷ്യം വന്നു. കാരണം ഇത്രയും ശക്തമായിട്ട് എറിഞ്ഞ ആ കുന്തം പോലും വിഫലമായി എന്നറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ശ്വേതൻ എന്ത് ചെയ്തു, ഒരു ഗദയെടുത്തു. നല്ല മുൾമുന കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ഗദയെടുത്തിട്ട് ഭീഷ്മർക്കെതിരെ ഓടി വരികയാണ്. ഗംഗാപുത്രൻ ഉടൻ തന്നെ വേറൊരു രഥത്തിലേക്ക് ചാടിക്കയറുകയാണ്. കാരണം ആ വരുന്ന വരവ് കണ്ടിട്ട് ഭീഷ്മർക്ക് മനസ്സിലായി ഇതിനെ തടുക്കാൻ കഴിയില്ലെന്ന്. അന്നേരം ശ്വേതൻ ആ ഗദയും പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് ഓടി വരുന്ന സമയത്ത് തന്നെ ഭീഷ്മർ അടുത്തൊരു രഥത്തിലേക്ക് ചാടിക്കയറി. ആ ഗദയുടെ പ്രഹരണം ഏറ്റുകൊണ്ട് ആ രഥം തുണ്ടം തുണ്ടമാവുകയാണ്. കുതിരകളും അതിലെ സാരഥിയും എല്ലാം ചതഞ്ഞരയുകയാണ്. ഭീഷ്മർ വേറൊരു രഥത്തിലേക്ക് കയറി വീണ്ടും ശ്വേതനായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് ശ്വേതൻ വീണ്ടും രഥത്തിലേക്ക് കയറി എന്നിട്ട് ഭീഷ്മരെ നേരെ യുദ്ധം ചെയ്യുകയാണ്. തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ഭീഷ്മർ ഒരു ശബ്ദം കേട്ടു, ഭീഷ്മരെ, ശ്വേതൻ്റെ മരണത്തിൻ്റെ സമയമായി, അതുകൊണ്ട് അങ്ങ് യുദ്ധം ചെയ്യൂ, അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. ഭീഷ്മർ ശ്വേതനെ ഒന്ന് നോക്കി. ചുറ്റും ഒരുപാട് പാണ്ഡവ യോദ്ധാക്കൾ ശ്വേതനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭീമനുണ്ട്, അഭിമന്യുണ്ട്, സാത്വികയുണ്ട്. പക്ഷേ ഈ ഒരു ദിവ്യമായ അശരീരി കേട്ടിട്ട് ഒറ്റയ്ക്ക് തന്നെ ഭീഷ്മർ ശ്വേതനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. വിരാട് കുമാരൻ്റെ അടുത്തെത്തിയിട്ട് ഒരു അസ്ത്രം ആവാഹിച്ചെടുത്തു ഭീഷ്മര്. ആ അസ്ത്രത്തെ ചെവി വരെ വലിച്ച്, വില്ലിൻ്റെ ഞാണിനെ ചെവി വരെ വലിച്ചിട്ട് ആൾ അസ്ത്രം അയച്ചു. സാക്ഷാൽ ബ്രഹ്മാസ്ത്രത്തെ അത് ആവാഹിച്ച് അത് ശ്വേതനെതിരെ ഉപയോഗിക്കുകയാണ്. അന്നേരം ഇടി വെട്ടുന്ന പോലെ അത് ശ്വേതൻ്റെ നെഞ്ചിൽ പോയി പതിക്കുകയാണ്. അത് ശ്വേതൻ്റെ നെഞ്ച് തുളച്ച് ഭൂമിയിൽ പോയി വീഴുകയാണ്. അതിനോടൊപ്പം തന്നെ ശ്വേതൻ്റെ പ്രാണനും പോവുകയാണ്. ഇത് കണ്ട ഉടനെ പാണ്ഡവരെല്ലാവരും അലറിക്കരയുകയാണ്. പക്ഷെ അതേ സമയത്ത് കൗരവരെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്.
ദുര്യോധനും ദുശാസനും സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ്. തുടർച്ചയായിട്ട് ഭീഷ്മരെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു, എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. അർജുനും ദൃഷ്ടദ്യുമ്നനും അവരുടെ സൈനികരെ തിരിച്ചു പിടിക്കുകയാണ്. രണ്ട് സൈനിക കൂട്ടരും അവരവരുടെ ശിബിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാണ്ഡവരുടെ എല്ലാ ഉത്സാഹവും കെട്ടുപോയിരിക്കുകയാണ്. പക്ഷെ കൗരവരാണെങ്കിൽ സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ഇരുട്ടായപ്പോൾ ആയിരക്കണക്കിന് കഴുകന്മാരും ചെന്നായ്ക്കളും വലിയ ആഘോഷത്തോടു കൂടി ഓരോരോ യോദ്ധാക്കളുടെ ശവങ്ങളും തിന്നാൻ തുടങ്ങിയാണ്. പക്ഷെ അതേ സമയത്ത് മുറിവേറ്റ് കിടക്കുന്ന കുറേ, ഇപ്പോഴും ജീവൻ അവശേഷിക്കുന്ന കുറേ ആൾക്കാരും യോദ്ധാക്കളും അവിടെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അധ്യായം കഴിയുകയാണ്. ഇൻ്റർനെറ്റ് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം റെഡിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഒരു ശ്രമം നടത്താം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ ആയിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.